നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1048th day. Today 56th sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1048 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 56ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 56ാമത്തെ ശ്ലോകം. ഓം തത്സത്. തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണ സവാ അദ്യതനാദ്രാജൻ പരതപഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. ഓം തത്സത്. തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണ സവാ അദ്യതനാദ്രാജൻ പരതപഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തസ്യ അന്തരായോ മൈ മാ അഭു മാ ഏവ അഭു. മൈവാഭു എന്നുള്ളത് മാ ഏവ അഭു. സന്യസ്ത അഖില കർമ്മണ. സന്യസ്ത അഖില കർമ്മണ. സന്യസ്താഖില കർമ്മണ സ വാ അദ്യതനാത് രാജൻ. അദ്യതനാത് രാജൻ പരത പഞ്ചമേ അഹനി. പഞ്ചമേഹനി എന്നുള്ളത് പഞ്ചമേ അഹനി. കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. അതായത് സന്യസ്താഖില കർമ്മണ സന്യസിച്ച സകല കർമ്മത്വങ്ങളോട് കൂടിയ തസ്യ അവന് അന്തരായ വിഘ്നമായിട്ട് മാ അഭൂ ഏവ ഭവിക്കരുത്. സ വാ അവനാകട്ടെ രാജൻ ഹേ രാജൻ അല്ലയോ രാജാവേ അദ്യതനാഥ് ഇന്നു മുതൽ പരത പഞ്ചമേ അഹനി ഇന്നു മുതൽ 5ാം ദിനത്തിൽ. അദ്യതനാഥ് എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ. പരത പഞ്ചമേഹനി 5ാം ദിവസത്തിൽ. സ്വം കളേവരം സ്വന്തം കളേവരത്തെ സ്വന്തം ശരീരത്തെ. ഹാസ്യതി ഉപേക്ഷിക്കും. തച്ച അതും ഭസ്മീ ഭവിഷ്യതി ഭസ്മമായി പോകും. അതായത് നാരദർ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ മഹാരാജാവേ സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പരമപദത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ധൃതരാഷ്ട്ര രാജാവിന് തടസ്സമായി നിൽക്കരുത്. അദ്ദേഹം ഇന്നേക്ക് 5ാം ദിവസം ശരീരത്തെ ഉപേക്ഷിക്കും. ആ ശരീരം ഭസ്മമായി ഭസ്മമായി തീരുകയും ചെയ്യും. തൻ്റെ പിതാക്കൾ വിതുരരും ധൃതരാഷ്ട്രവും ഗാന്ധാരിയുമൊക്കെ രാജധാനി വിട്ടുപോയ സങ്കടത്തിലാണ്. അവരെ കണ്ടുപിടിക്കണം, തിരിച്ചു കൊണ്ടുവരണം, അവരെ വേണ്ട വിധത്തിൽ നോക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ധർമ്മപുത്രർ യുധിഷ്ഠിരൻ ഇരിക്കുന്നത്. അദ്ദേഹം അപ്രകാരം നാരദരോട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ പിതാക്കന്മാർക്ക് സംഭവിച്ചത്, അവരെ ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോഴാണ് കുറേ ഉപദേശങ്ങൾ നൽകിയിട്ട് ഇപ്പോൾ പറയുകയാണ് എങ്ങനെയാണ് ധൃതരാഷ്ട്രർ ഉള്ളത്, എവിടെയാണ് ഉള്ളത് എന്നൊക്കെ വിശദമായി പറഞ്ഞതിന് ശേഷം
അദ്ദേഹം യോഗസ്ഥിതിയിലാണുള്ളത്. ഇന്നേക്ക് 5-ാം ദിവസം അദ്ദേഹം തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കും. അപ്രകാരം ശരീരം ഉപേക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ ധൃതരാഷ്ട്രർക്ക് നീ വിഘ്നമായി നിൽക്കരുത്. അദ്ദേഹം യഥാവിധി അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം, അതായത് ഈ ശരീരം ഉപേക്ഷിച്ചിട്ടുള്ള പരമപദത്തിൽ എത്തുവാനുള്ള ആ മാർഗത്തെ നീ തടയരുത്. അദ്ദേഹം അപ്രകാരം പോയിക്കൊള്ളട്ടെ. 5-ാം ദിവസത്തിൽ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യും. ആ ശരീരം ഭസ്മമായി തീരുകയും ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ധർമ്മപുത്രർക്ക്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണ സവാ അദ്യതനാദ്രാജൻ പതത പഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. ഹാസ്യതി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ശരീരം ഇന്നേക്ക് 5-ാം ദിവസം ഉപേക്ഷിക്കും. അങ്ങനെ അദ്ദേഹം പരമപദത്തിലേക്ക് എത്തും. ശരീരം ഉപേക്ഷിക്കുക മാത്രമല്ല, ആ ശരീരം ഭസ്മമായി തീരുകയും ചെയ്യും എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.